ഹലോ നമസ്കാരം. നമ്മുടെ മഴത്തോരു മുമ്പേടെ വരാനിരിക്കുന്ന ഒരു കിടിലൻ എപ്പിസോഡിന്റെ സ്റ്റോറിയാണ് കേട്ടോ പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും സ്റ്റോറി മുഴുവനായിട്ട് കേൾക്കുക. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു സ്റ്റോറി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പ്രശ്നങ്ങൾക്കൊക്കെ ഒടുവിൽ ബാലചന്ദ്രൻ തന്നെ അലീനയെ സ്റ്റാൻലിയെ ഏൽപ്പിക്കുന്ന ഒരു രംഗം വരുന്നുണ്ടെന്ന്. അപ്പം അതിൻ്റെ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്ത സ്റ്റോറിയുടെ തുടർച്ചയായിട്ടാണ് ഇന്നത്തെ സ്റ്റോറി പറയുന്നത് കേട്ടോ. അപ്പോൾ സ്റ്റാൻലിയുടെ അടുത്തേക്ക് ബാലചന്ദ്രൻ അലീനയെ കൊണ്ട് ചെല്ലുന്നത് വരെ കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡിൽ പറഞ്ഞിട്ടുള്ളൂ. അതിൻ്റെ ബാക്കിയായിട്ടാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരും സ്റ്റോറി മുഴുവനായിട്ട് കേൾക്കുക കേട്ടോ. ഒന്നാമത്തെ പാർട്ടായിട്ടുള്ള സ്റ്റാൻലിയുടെ അടുത്തേക്ക് ബാലചന്ദ്രൻ കൊണ്ടുവരുന്ന എപ്പിസോഡ് കാണാത്തവർക്കായിട്ട് ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാവുന്നതാണ്. അതാദ്യം കണ്ടിട്ട് ഇത് കാണുമ്പോൾ അതിൻ്റെ സ്റ്റോറി ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ എന്താണെങ്കിലും സ്റ്റോറി എല്ലാവരും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ. എന്നാൽ നേരെ നമുക്ക് സ്റ്റോറിയിലേക്ക് പോകാം. അങ്ങനെ ബാലചന്ദ്രൻ അലീനയും കൂട്ടിയിട്ട് സ്റ്റാൻലിയെ കാണാനായിട്ട് പോവുകയാണ്. പോകുന്ന വഴി മുഴുവൻ ബാലചന്ദ്രൻ അലീനയോട് ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ അലീനയുടെ മനസ്സിലൊന്നും അത് കയറുന്നില്ല. കാരണം അലീനയ്ക്ക് ആകെ ക്യൂരിയോസിറ്റിയാണ്, ഭയങ്കര ആകാംക്ഷയാണ്. തൻ്റെ സ്വന്തം അച്ഛനെയാണ് കാണാൻ പോകുന്നത്. ആരാണ് അയാൾ, എങ്ങനെയുള്ള ആളാണ്, ഒന്നും അറിയത്തില്ല. ഒരു ഫോട്ടോ പോലും അച്ഛൻ തന്നെ കാണിച്ചില്ലല്ലോ, എന്തൊക്കെയുള്ള ഒരു പരിഭവമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അലീന ഇങ്ങനെ ഓരോ ചിന്തയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ബാലചന്ദ്രന് മനസ്സിലാവുകയാണ് താൻ പറയുന്നതൊന്നും അലീന കേൾക്കുന്നില്ല എന്ന്. ആ സമയത്ത് ബാലചന്ദ്രൻ അലീനയെ തട്ടി വിളിക്കുന്നുണ്ട്. നീ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ലേന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ എന്താ പറഞ്ഞ് ഞാൻ കേട്ടില്ലായിരുന്നു എന്ന് പറയാണ്. നീ ഏത് ലോകത്താണ് ഇരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല അച്ഛ എന്ന് പറയുമ്പോൾ സ്വന്തം അച്ഛനെ കാണാനായിട്ട് പോവല്ലേ, അപ്പോൾ ഈ പാവം വളർത്തച്ഛനെ മറന്നു പോകുമോ, ഈ പാവം അച്ഛനെ മറന്നു പോകുമോ, ഇനിയിപ്പോൾ സ്വന്തമായിട്ട് അച്ഛനെയൊക്കെ കിട്ടുമ്പോൾ നമ്മളെയൊന്നും ആർക്കും വേണ്ടി വരില്ലല്ലോ എന്ന് പറയുമ്പോൾ അലീനയ്ക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അലീന സങ്കടത്തോട് കൂടിയിട്ട് പറയുന്നുണ്ട്, എനിക്ക് എങ്ങോട്ടും പോകണ്ട അച്ഛ, ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് പോകണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ, അച്ഛൻ തന്നെയല്ലേ എന്നെ കൊണ്ട് ചെന്ന് വിടുന്നത്, ഞാൻ പറഞ്ഞത് എനിക്ക് ഈ അച്ഛൻ്റെ അടുത്ത് നിന്ന് എങ്ങോട്ടേക്കും പോകണ്ട എന്ന് തന്നെയല്ലേ എന്ന് പറയുമ്പോൾ പിന്നെ നീ എന്താണ് ഇങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നത്, എന്താ ഇത്ര ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിക്കുക കേട്ടോ. അത് പിന്നെ അച്ഛൻ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ എൻ്റെ അച്ഛനെ പറ്റിയിട്ട്, അപ്പോൾ ആ അച്ഛനെ പറ്റി ഞാൻ ഓർത്തു എന്നുള്ളത് ശരിയാണ്, പക്ഷേ അതിന് കാരണക്കാരൻ ഈ അച്ഛൻ തന്നെയല്ലേ, എനിക്ക് ബാലച്ചനെ വിട്ട് എങ്ങോട്ടേക്കും പോവണ്ട എന്ന് പറയാണ് അലീന. എനിക്ക് നിന്നെ പിരിയാൻ ഇഷ്ടമുണ്ടായിട്ടല്ല മോളെ, പക്ഷേ സിറ്റുവേഷൻ അങ്ങനെ ആയിപ്പോയില്ലേ, ഇനിയും നമ്മൾ ബലം പിടിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുക എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ അലീന പറയുന്നുണ്ട്, സാരമില്ല അച്ഛാ, എനിക്ക് മനസ്സിലാകും, എനിക്ക് കുഴപ്പമൊന്നുമില്ല, അച്ഛനെ ഇടയ്ക്ക് വരണോട്ടോ, എന്നെ കാണാനായിട്ട് എന്നെ വിളിക്കണോട്ടോ എന്ന് പറയുമ്പോൾ നീ എന്നെ വിളിക്കില്ലേന്ന് ചോദിക്കണം. സ്വന്തം അച്ഛനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നീ എന്നെ മറന്നു പോകുമെന്ന് ചോദിക്കുമ്പോൾ ഒന്ന് പോയേ അച്ഛാ, ആര് വന്നാലും എൻ്റെ ജീവിതത്തിൽ നമ്പർ 1 അച്ഛൻ ഈ അച്ഛൻ തന്നെയായിരിക്കും, ഞാൻ എന്നും ബാലചന്ദ്രൻ അച്ഛൻ്റെ മകള് തന്നെയായിരിക്കും എന്ന് പറയാണ് അലീന. അപ്പോൾ ഇങ്ങനെ അലീന ചോദിക്കുന്നുണ്ട്, അച്ഛൻ ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ, അപ്പോൾ അന്ന് അച്ഛൻ ചുമ്മാ പറഞ്ഞതായിരുന്നില്ല അല്ലേ സ്റ്റാൻലി എന്നുള്ള പേര്? അല്ല, ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാണെന്ന് പറയാട്ടോ. അപ്പോൾ അച്ഛനെ അറിയായിരുന്നു സ്റ്റാൻലി ജോസഫാണ് എൻ്റെ അച്ഛൻ എന്നല്ലേന്ന് ചോദിക്കുമ്പം അതേ അറിയായിരുന്നു, പിന്നെ അന്വേഷിച്ചറിയുമ്പോൾ എല്ലാ കാര്യങ്ങളും അന്വേഷിക്കത്തില്ലേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവർ വണ്ടിയിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിക്കണം. ആ സമയത്ത് അലീന പറയുന്നുണ്ട്, എനിക്ക് ഭയങ്കര വിഷമമായി അച്ഛാ, വീട്ടിൽ നിന്ന് പോരുമ്പോൾ അമ്മയ്ക്ക് അറിയില്ലെങ്കിലും ഞാൻ അമ്മയുടെ മകളല്ലേ, ഇത്രയും നാളും കണ്ടുകൊണ്ടിരുന്നിട്ട് ഇനി നന്നായിട്ട് ഞാൻ മിസ് ചെയ്യൂട്ടോ, പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യാൻ പോണത് കൃഷ്ണമോളെ ആയിരിക്കും, അച്ഛനേക്കാളും കൂടുതൽ ഞാൻ കൃഷ്ണമോളെ മിസ് ചെയ്യൂട്ടോ എന്ന് പറയണം. അതെന്താ എന്നേക്കാൾ കൂടുതൽ എന്ന് പറയുമ്പോൾ ഞാൻ അവിടെ വന്ന് കയറി അന്ന് മുതൽ എന്നോട് അച്ഛനെ പോലെ തന്നെ അത്രയും സ്നേഹവും പരിഗണനയും ഒക്കെ എനിക്ക് തന്ന ആളാണ് കൃഷ്ണമോള്. എല്ലാം അറിഞ്ഞിട്ടും അവൾ എൻ്റെ കൂടെ തന്നെ നിന്നില്ല, അച്ഛൻ അവളോട് എല്ലാം പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി, അവളുടെ ഓരോ സമയത്തെ സംസാരത്തിൽ നിന്നും പെരുമാറ്റത്തിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലായി എന്ന് പറയാട്ടോ. അത് എനിക്ക് അവളോട് പറയേണ്ടി വന്നു, അന്ന് നമ്മൾ റിസോർട്ടിൽ പോയി താമസിച്ചില്ലേ, അന്ന് എനിക്ക് പറയേണ്ടി വന്നു എന്ന് പറയണം. അന്നേ അച്ഛൻ അവളടുത്ത് പറഞ്ഞിട്ടുണ്ടല്ലേ, എന്നിട്ട് കള്ളി എന്നോടൊന്നും പറഞ്ഞില്ല, എല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് നടന്നു എന്ന് അലീന പറയുമ്പോൾ ഞാൻ അവളോട് പറയരുതെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, ആരോടും പറയരുതെന്ന് ഞാൻ അവളോട് പറഞ്ഞിട്ടില്ല, പക്ഷേ അവൾ ബുദ്ധിയുള്ള കുട്ടിയാണ്, അവൾക്ക് തീരുമാനമെടുക്കാനുള്ള കഴിവുണ്ട്, അവൾക്ക് അറിയാം ആരോടൊക്കെ എന്തൊക്കെ എങ്ങനെയൊക്കെ പറയണം എന്നുള്ളത്, ഏത് സമയത്ത് പറയണമെന്നുള്ളതൊക്കെ അവൾക്കറിയാം എന്ന് പറയാണ് ബാലചന്ദ്രൻ.
അങ്ങനെ അവർ സംസാരിച്ച് ഇങ്ങനെ നമ്മുടെ സ്റ്റാൻലി വരാമെന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിച്ചേരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ എത്തിച്ചേരുന്ന സമയത്ത് സ്റ്റാൻലിയുടെ കാർ അവിടെ ഇങ്ങനെ കാണുന്നുണ്ട് ബാലചന്ദ്രൻ. അപ്പോൾ അലീനയോട് പറയുന്നുണ്ട്, ഓ നിന്റെ അച്ഛൻ നേരത്തെ കാലത്തെ വന്നിട്ടുണ്ടല്ലോ മകളെ കൂട്ടിക്കൊണ്ട് പോവാനായിട്ട് എന്ന് പറയട്ടോ. അപ്പോൾ അലീന ഭയങ്കര ക്യൂരിയോസിറ്റിയോട് കൂടിയിട്ട് പുറത്തേക്ക് ഇങ്ങനെ നോക്കുക കേട്ടോ, എവിടെയാണ്, ആരാണ് തൻ്റെ അച്ഛൻ? നീ നോക്കണ്ട, നീ നോക്കിയാലൊന്നും കാണത്തില്ല, നിനക്ക് അറിയത്തില്ലല്ലോ ആരാണ് നിന്റെ അച്ഛൻ എന്ന്. പിന്നെ അച്ഛൻ എങ്ങനെ കണ്ടു? ഞാൻ അദ്ദേഹത്തിൻ്റെ കാറ് കണ്ടു, അവിടെ കിടക്കുന്നത് കണ്ടു എന്ന് പറയാട്ടോ. ഓ കാറ് കണ്ടപ്പോഴേക്ക് അച്ഛന് മനസ്സിലായെന്ന് ചോദിക്കുമ്പോൾ ഞാൻ അന്നേ ആ നമ്പർ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് ബാലചന്ദ്രൻ പറയണേ. അങ്ങനെ കാറിൽ നിന്ന് അലീന ഇറങ്ങുന്നുണ്ട് കേട്ടോ. ബാലചന്ദ്രനും ഇറങ്ങുകയാണ്. എന്നിട്ട് വാ എന്ന് പറഞ്ഞുകൊണ്ട് അലീനയും കൂട്ടിക്കൊണ്ട് ചെല്ലുക കേട്ടോ. അങ്ങനെ അവർ ചെല്ലുന്നത് അവിടെ ഇങ്ങനെ ഒരു ഒഴിഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ ഇങ്ങനെ ഒരാൾ പുറം തിരിഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പം ആ ആളെ ഇങ്ങോട്ട് അലീന കാണുന്നില്ല, ബാക്ക് മാത്രമാണ് കാണുന്നത്. അപ്പോൾ ഹലോ മിസ്റ്റർ സ്റ്റാൻലി എന്ന് വിളിക്കുന്ന സമയത്താണ് അയാൾ തിരിഞ്ഞു നോക്കുന്നത് കേട്ടോ. അപ്പോൾ അലീന ആദ്യമായിട്ട് തൻ്റെ അച്ഛനെ കാണുകയാണ്. അതുപോലെ തന്നെ സ്റ്റാലിൻ ആദ്യമായിട്ട് തൻ്റെ മകളെ കാണുകയാണ്. ആ ഒരു രംഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെയധികം ഇമോഷണൽ ആട്ടോ. അലീനയ്ക്ക് ശരിക്കും സ്റ്റാൻലിയെ കാണുമ്പോൾ ഭയങ്കര സങ്കടം, സന്തോഷം, എന്തൊക്കെയോ ഒരു ഫീലിംഗ് ആട്ടോ. കാരണം ആദ്യമായിട്ട് കാണുകയാണ്, അങ്ങനെ ഒരു അറ്റാച്ച്മെൻ്റ് ഒന്നുമില്ല, എന്നാലും അച്ഛൻ എന്നുള്ളൊരു സ്ഥാനം, ആ ഒരു ഫീലിംഗ് ആണ്. അപ്പോൾ ബാലചന്ദ്രനാണ് അലീനയെ പരിചയപ്പെടുത്തുന്നത് കേട്ടോ. പരിചയപ്പെടുത്തുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ അലീനയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഇതാണ് എൻ്റെ മകൾ അലീന എന്ന് പറയട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ രണ്ട് അച്ഛന്മാരുടെ ഇടയിലുള്ള ആ ഒരു അലീനയുടെ ആ ഒരു സിറ്റുവേഷൻ ഭയങ്കര ഫീലിംഗ് ആണ്. അലീന തന്നെ ചേർത്ത് പിടിച്ച് നിൽക്കുന്ന ബാലച്ചനെയും നോക്കുന്നുണ്ട്, തൻ്റെ സ്വന്തം അച്ഛനായ ലാലിച്ചനെയും നോക്കുന്നുണ്ട്. ഇതിൽ ആരാണ് കൂടുതൽ പെർഫെക്റ്റ്, ആരാണ് കൂടുതൽ, അങ്ങനത്തെ ആരോടാണ് കൂടുതൽ സ്നേഹം, അങ്ങനത്തെ ഒരു ശരിക്കും പറഞ്ഞാൽ രണ്ട് അച്ഛന്മാരുടെ ഒരു പെറ്റായിട്ടുള്ളത് പോലെയാണ്. അപ്പോൾ സ്റ്റാൻലി ആണെങ്കിൽ ഭയങ്കര ഗൗരവത്തിലാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പം അത്ര അങ്ങോട്ട് എന്താ പറയുക, പെട്ടെന്ന് ഇങ്ങോട്ട് ഒരു ഓപ്പൺ മൈൻഡ് ആവുന്നില്ല. അപ്പോൾ അലീന ഇങ്ങനെ മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണേ. അലീന ഒന്നും മിണ്ടുന്നൊന്നുമില്ല. അപ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ഇത്രയും നേരം വണ്ടിയിലിരുന്നിട്ട് അച്ഛനെ കാണാൻ പോകുന്നതിൻ്റെ ത്രില്ലിലായിരുന്നു, ഇപ്പോഴെന്തോ ഒന്നും മിണ്ടാതിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അലീന ഇച്ചിരി നാണത്തോട് കൂടിയിട്ട് അച്ഛൻ ഒന്നും മിണ്ടാതിരിക്കുക എന്നുള്ള രീതിയിൽ ബാലചന്ദ്രനെ നോക്കുക കേട്ടോ. അപ്പോൾ സ്റ്റാലിയുടെ മുഖത്താണെങ്കിൽ ഗൗരവം, അത് കണ്ടിട്ട് അലീനയ്ക്ക് ശരിക്കും പേടിയാവുന്നുണ്ട് കേട്ടോ. ബാലചന്ദ്രൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര കൂള് മനുഷ്യനായിട്ട് അലീനയോട് ഭയങ്കര സ്നേഹവും കുറച്ച് കൊഞ്ചിക്കലും ഒക്കെ ആയിട്ട്, പക്ഷേ സ്റ്റാൻലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഗൗരവത്തിൽ ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ അലീനയ്ക്ക് ഇത്തിരി പേടിയുണ്ട്. അപ്പോൾ സ്റ്റാൻലി ചോദിക്കുന്നുണ്ട്, നമുക്ക് എന്തെങ്കിലും കുടിക്കാം എന്ന് പറയാട്ടോ. ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു കോഫി ഷോപ്പിലേക്ക് പോകണം. അങ്ങനെ അവിടെ പോയിട്ട് കോഫിയൊക്കെ ഓർഡർ ചെയ്ത് ഇങ്ങനെ കഴിക്കുക കേട്ടോ. അപ്പോൾ അലീനയ്ക്കാണെങ്കിൽ സ്റ്റാൻലിയുടെ കൂടെ ഇനി എങ്ങനെ പോകും, എന്താണ് ഇനി അങ്ങോട്ടേക്കുള്ള ഒരു ഇതൊന്നും അറിയത്തില്ല, പക്ഷേ ഭയങ്കര പേടിയിലൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ സ്റ്റാലിനെയാണ് പിന്നീട് അങ്ങോട്ട് ചോദിക്കുന്നത്, എന്നെ മനസ്സിലായോ എന്ന് ചോദിക്കുക കേട്ടോ. അപ്പോൾ അലീന അങ്ങനെ തലയാട്ടുന്നുണ്ട്. അപ്പോൾ ആരാന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ എന്ന് പറയാട്ടോ. അപ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട്, ഞാൻ ആദ്യമേ എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഞാൻ അങ്ങോട്ടേക്ക് പറയാം. കാരണം എൻ്റെ വീട്ടിലും എനിക്ക് പെട്ടെന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്, അറിയാലോ എന്ന് പറയുമ്പം അലീന ആകെ ഒരു വല്ലാത്തൊരു അവസ്ഥയിലായി പോവാണ്. ഇത്രയും ഒരു ഗതികേട് എന്നുള്ള രീതിയിൽ അലീന ഇങ്ങനെ വെറുതെ തലയാട്ടുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, എനിക്ക് യാതൊരു മടിയുമില്ല എൻ്റെ മകളാണെന്ന് പറഞ്ഞ് എല്ലാവരുടെ മുന്നിലും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ, പക്ഷേ എല്ലാവരും അതെങ്ങനെ പെട്ടെന്ന് ഉൾക്കൊള്ളുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ എൻ്റെ മകളായിട്ട് തന്നെയായിരിക്കും ഞാൻ നിന്നെ എൻ്റെ അച്ഛന് മുന്നിൽ, എൻ്റെ അപ്പച്ചൻ്റെ മുന്നിൽ ഞാൻ നിന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എൻ്റെ സ്വന്തം മകളായിട്ട് തന്നെയായിരിക്കും. മറ്റുള്ളവരുടെയൊക്കെ മുന്നിൽ നമുക്ക് സാവധാനം പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാം. തൽക്കാലം എൻ്റെ ഒരു സഹോദരി ഉണ്ട്, കുറച്ച് മെൻ്റലി ഇങ്ങനെ ഡിസേബിൾഡ് ആണ് ആള്, കുറച്ച് വർഷങ്ങളായിട്ട് ഇങ്ങനെ ഇച്ചിരി അസുഖമൊക്കെ ഉള്ള ആളാണ്. അപ്പം തൽക്കാലം അവളെ നോക്കാൻ എന്ന രീതിയിലാണ് ഞാൻ നിന്നെ കൊണ്ടുപോകുന്നത്, അതുകൊണ്ട് മറ്റു കാര്യങ്ങളൊക്കെ പിന്നെ പറയാതെ തന്നെ അറിയാമല്ലോ എന്ന് ചോദിക്കാനും. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അവൾക്കെല്ലാം മനസ്സിലാകും. കാരണം ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് ഇത്രയും ഒരു വലിയൊരു ബോംബും കൊണ്ടുവന്നിട്ട് ആ വീട്ടിൽ യാതൊരു പ്രശ്നവും ഉണ്ടാക്കാതെ എല്ലാവരെയും സ്നേഹിച്ച് മാത്രം ജീവിച്ച ആളാണ് അലീന. അതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും അവൾ ഉണ്ടാക്കത്തില്ല എന്ന് പറയാട്ടോ. അപ്പോൾ സ്റ്റാൻലി ഇങ്ങനെ ബാലചന്ദ്രനെ നോക്കുന്നുണ്ട്. കാരണം അയാൾ അത്രയും അവൾക്കൊരു പരിഗണനയും ആ കെയറൊക്കെ കൊടുക്കുന്നത് കാണുമ്പോൾ സ്റ്റാൻലിക്ക് തന്നെ അത്ഭുതമാണ്. തൻ്റെ ഭാര്യയ്ക്ക് അവിഹിതത്തിൽ പിറന്നൊരു കുഞ്ഞിനോടാണ് ഇയാൾ ഇത്രയും സ്നേഹവും കരുണയും ദയൊക്കെ കാണിക്കുന്നത്. അത് കണ്ടപ്പോൾ സ്റ്റാൻലി
സ്റ്റാൻലി പറയുന്നുണ്ട്, നിങ്ങൾ ശരിക്കും ഒരു നല്ല മനുഷ്യനാണ് മിസ്റ്റർ ബാലചന്ദ്രൻ. കാരണം ഇങ്ങനെയൊരു കുഞ്ഞാണെന്ന് അറിഞ്ഞിട്ടും ഇവൾ നിങ്ങളുടെ ഭാര്യയ്ക്ക് വിവാഹത്തിന് മുൻപ് ജനിച്ച മകളാണെന്ന് അറിഞ്ഞിട്ടും മറ്റു വല്ലവരുമായിരുന്നെങ്കിലും എന്താണെങ്കിലും അവളെ ആട്ടിയിറക്കുക തന്നെ ചെയ്യും. കൂടെ സ്വന്തം ഭാര്യയാണെന്നൊന്നും നോക്കത്തില്ല. പക്ഷെ നിങ്ങളുടെ ഭാര്യയെക്കാൾ ഉപരി ഇവളെ സ്നേഹിച്ചു എന്ന് പറയാട്ടോ. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അത് ഞാൻ ഇവളെ കണ്ടിട്ടല്ല, എൻ്റെ ഭാര്യയുടെ മകളാണെന്ന് ഓർത്തിട്ടല്ല, ഇവളിലെ നന്മ ഞാൻ തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് ഞാൻ എൻ്റെ മകളായിട്ട് ഇവളെ ഞാൻ സ്നേഹിച്ചത്. ആ സ്ഥാനം ഇന്നും എന്നും അവൾക്ക് ഉണ്ടാകും എന്ന് പറയാണ്. ഏത് സമയത്തും ഇവൾക്ക് ഞാൻ അച്ഛൻ തന്നെയായിരിക്കും. നിങ്ങൾ മാത്രമല്ല, ഇവൾക്ക് ഇപ്പോൾ 2 അച്ഛനാണ്, ഞാനും ഇവളുടെ അച്ഛൻ തന്നെയാണെന്ന് പറയാട്ടോ. തീർച്ചയായിട്ടും എന്നേക്കാൾ ഉപരി ഇവൾ ഒരു പക്ഷേ നിങ്ങളെ തന്നെയായിരിക്കും സ്നേഹിക്കുന്നത്. അതങ്ങനെ ആയതിൽ എനിക്ക് യാതൊരു വിഷമവും ഒന്നുമില്ല. കാരണം എനിക്ക് കൊടുക്കാവുന്നതിനേക്കാൾ കൂടുതൽ സ്നേഹം ഒരു പക്ഷേ നിങ്ങൾക്ക് തന്നെയാണ് കൊടുക്കാൻ പറ്റുക എന്നൊക്കെ സ്റ്റാൻലിയും പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ എന്താണെങ്കിലും എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ എന്ന് സ്റ്റാൻലി ചോദിക്കുക കേട്ടോ. അപ്പോൾ അലീന ആകെ ഒന്ന് ഞെട്ടിപ്പോവാണ്. അയ്യോ അച്ഛൻ വിട്ടു പോവാണല്ലോ എന്ന് ഓർത്തിട്ട് അലീന പെട്ടെന്ന് ബാലചന്ദ്രൻ്റെ കയ്യിൽ പിടിക്കുക കേട്ടോ. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഞാൻ വരാം, മോളെ കാണാൻ ഞാൻ വരാം. നീ ഒരിക്കലും തനിച്ചല്ല, നീ നിൻ്റെ സ്വന്തം അച്ഛൻ്റെ കൂടെയല്ലേ പോകുന്നത്. അച്ഛൻ വരാം, കാണാൻ വരാം എന്ന് പറയുമ്പോൾ അച്ഛ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സങ്കടത്തോടെ നോക്കുകയാണ്. വിഷമിക്കേണ്ട, അച്ഛൻ എന്നും കൂടെ ഉണ്ടാകും. എന്ത് ആവശ്യം വന്നാലും അച്ഛനെ വിളിക്കണം, എന്ത് വിഷമം വന്നാലും അച്ഛനെ വിളിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയാട്ടോ. ശരിക്കും നമുക്കിങ്ങനെ സ്റ്റോറി പറയുമ്പോൾ തന്നെ നമ്മുടെ കുറച്ച് ഇമോഷണൽ ആവുന്നുണ്ട് നമ്മൾ. ഞാൻ പോലും കുറച്ച് ഇമോഷണൽ ആവണം. കാരണം അത്രയും ഒരു വൈകാരിക രംഗമാണ് അത്. അലീനെ സ്റ്റാൻലിയുടെ കൂടെ ബാലചന്ദ്രൻ പറഞ്ഞയക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അത്രയും ഒരു വൈകാരിക രംഗമാണ്. അത്രയും വിഷമത്തോടു കൂടിയിട്ടാണ് അലീനയെ പറഞ്ഞയക്കുന്നത്. വേറൊരു സിറ്റുവേഷൻ ഇല്ലാത്ത, വേറൊരു എന്താ പറയുക, പകരം അതിന് വേറൊരു സൊല്യൂഷൻ ഇല്ല എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും അങ്ങനെ അലീന സ്റ്റാൻലിയുടെ കൂടെ പോവുകയാണ്. ബാലചന്ദ്രൻ യാത്ര പറഞ്ഞ് പെട്ടെന്ന് പോകുന്നുണ്ട് കേട്ടോ. അലീന ബാലചന്ദ്രൻ പോകുന്നത് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അങ്ങനെ സ്റ്റാൻലി വാ നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അലീന തൻ്റെ ബാഗൊക്കെ എടുത്തിട്ട് സ്റ്റാൻലിയുടെ കൂടെ പോവുകയാണ്. അലീന നേരെ പുറകിലേക്ക് കണ്ട് കയറാൻ ഇരിക്കുമ്പോൾ, നീ എന്തിനാണ് അവിടെ പുറകിൽ കയറിയിരിക്കുന്നത്, ഞാൻ നിൻ്റെ ഡ്രൈവറാണോ, ഫ്രണ്ടിലോട്ട് കയറിയിരിക്കുക എന്ന് പറയാണ് സ്റ്റാൻലി. അങ്ങനെ അലീന ഫ്രണ്ടിലേക്ക് കയറിയിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അലീനയും കൂട്ടിയിട്ട് സ്റ്റാൻലി തൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ വീട്ടിലേക്ക് എത്തിച്ചേരുന്ന സ്റ്റാൻലി നേരെ തറവാട്ട് വീട്ടിലേക്കാണ് പോകുന്നത്. അവിടെയാണ് നമ്മുടെ ആൻസിയും ഒക്കെ താമസിക്കുന്നത് കേട്ടോ. അവിടേക്ക് എത്തുമ്പോൾ അവരൊക്കെ ഇതാരാ പുതിയൊരു കുട്ടി എന്നുള്ള രീതിയിൽ സംശയത്തോട് കൂടിയിട്ട് നോക്കുമ്പോൾ സ്റ്റാൻലി അവരോടൊക്കെ പരിചയപ്പെടുത്തുന്നുണ്ട്, ഇത് അലീന, ഞാൻ ഷെറിനെ നോക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ്. ഇവിടെ ആൻസി തനിച്ചല്ലേ നോക്കുന്നത്, അപ്പോൾ ആൻസിക്ക് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ, ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യാനൊന്നും പറ്റുന്നില്ലല്ലോ. അപ്പോൾ എന്താണെങ്കിലും ഒരു ഹോം നേഴ്സിനെ വേണമെന്ന് പറഞ്ഞില്ലായിരുന്നോ, അതുകൊണ്ട് ഒരു ഹോം നേഴ്സിനെ കൊണ്ടുവന്നതാണ് എന്ന് പറയട്ടോ. അപ്പം അവളെ കണ്ടപ്പം അവർക്ക് ഇത് എവിടുന്ന ഇത്രയും ചെറിയ പെൺകുട്ടിക്ക് അവളെ നോക്കാനൊക്കെ പറ്റുമോ എന്നൊക്കെയുള്ളൊരു സംശയം ഉണ്ടാവുകയാണ്. അപ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട്, തീർച്ചയായിട്ടും പറ്റും, പ്രായമായ അമ്മയും ഒക്കെ നോക്കിയിരുന്ന ഒരു പെൺകുട്ടിയാണ്, ഒരു അനാഥ പെൺകുട്ടിയാണ്, ആരുമില്ല എന്നൊക്കെ പറയണം. അങ്ങനെ അവൾക്ക് ഷെറിനെ നോക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ സംസാരിക്കണം. അങ്ങനെ അവൾ അവിടെ നിർത്തുന്നുണ്ട്. അപ്പോൾ ആൻസിക്കാണെങ്കിൽ അവളെ ഇഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ, അലീനയെ ഇഷ്ടപ്പെടുന്നുണ്ട്. ആൻസി എന്നാ വാ ഞാൻ കാണിച്ചു തരാം ആളെ എന്ന് പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ടുപോവാണ്. അങ്ങനെ ഷെറിൻ്റെ റൂമിലേക്ക് എത്തിയതും അലീന ഞെട്ടിപ്പോവുക കേട്ടോ ഷെറിനെ കണ്ടിട്ട്. അതായത് അവിടെ നമ്മുടെ മാമച്ചാൻ്റെ വീട്ടിൽ വെച്ചിട്ട് ഷെറിൻ്റെ ഫോട്ടോസ് കുറേ കണ്ടതാണ് അലീന, നമ്മുടെ രേവതിക്കുട്ടി കാണിച്ചു കൊടുത്തതാണ്. അപ്പോൾ ആകെ ഷോക്കായി പോകുന്നുണ്ട്. അലീന പെട്ടെന്ന് ചോദിച്ചു പോവാണ്, ഇത് ഷെറിൻ ചേച്ചി അല്ലേ എന്ന് ചോദിക്കുക കേട്ടോ. അതേ, ഷെറിനെ നിനക്ക് നേരത്തെ അറിയാവോ? അയ്യോ ഞാൻ അവിടെ മാമച്ചായൻ അങ്കിളുടെ വീട്ടിൽ ഫോട്ടോയിൽ കണ്ടിട്ടുണ്ട് എന്ന് പറയണം. അപ്പം ആൻസി പറയുന്നുണ്ട്, പതുക്കെ പറ എന്ന് പറയട്ടെ, കാരണം ആൻസിക്ക് അറിയാം ഈ കാര്യങ്ങളൊക്കെ. അപ്പം നീ എവിടുന്നാണ് കണ്ടത്, നീ എങ്ങനെ മാമച്ചായൻ അങ്കിളുടെ വീട്ടിലെത്തി, അവിടെ നീ എങ്ങനെ എത്തി എന്നൊക്കെ ചോദിക്കുമ്പോൾ അവിടെ ഉള്ളത് എൻ്റെ അനിയത്തിയാണ്. ആര്, രേവതിക്കുട്ടിയോ? ആ അതെ. ഓ നിങ്ങൾ അങ്ങനെ കണക്ഷൻ ഉണ്ടോ? രേവതിക്കുട്ടി എന്നെ ഇടയ്ക്ക് വിളിക്കാറുണ്ട്, കാര്യങ്ങളൊക്കെ അന്വേഷിക്കാറുണ്ട്, ഞാൻ അവൾക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട് എന്നൊക്കെ പറയട്ടോ. അപ്പോൾ അലീന പറയുന്നത്, ശരിക്കും സർപ്രൈസ് ആയല്ലോ, എൻ്റെ സ്വന്തം ആൻറ്റിയാണോ നമ്മുടെ മാമച്ചായൻ്റെ മരുമകൾ എന്ന് ചോദിക്കുമ്പോൾ, നിൻ്റെ സ്വന്തം ആൻറ്റിയോ? അല്ല, ഞാൻ നോക്കാൻ വന്ന ആൻറ്റി, അങ്ങനെ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ എന്ന് പറയാട്ടോ. അപ്പോൾ പെട്ടെന്ന് അലീനയുടെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത വരികയാണ്, തൻ്റെ സ്വന്തം അച്ഛൻ്റെ പെങ്ങളാണല്ലോ മാമച്ചായൻ, ഞങ്ങൾ ജോമോൻ സ്നേഹിച്ചിരുന്ന പെൺകുട്ടി എന്നുള്ള ഒരു തിരിച്ചറിവ് അലീനയ്ക്ക് ഉണ്ടാവുകയാണ്. പിന്നീട് അലീന നമ്മുടെ രേവതിക്കുട്ടിയെ വിളിച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സ്റ്റോറി ഞാൻ നെക്സ്റ്റ് എപ്പിസോഡിൽ പറഞ്ഞ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്താണെങ്കിലും അലീന തൻ്റെ സ്വന്തം അച്ഛൻ്റെ കൂടെ അച്ഛൻ്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി അവിടെയും കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. പിന്നീട് സ്റ്റാൻലി മകളെ അംഗീകരിച്ചിട്ട് പിന്നെ എല്ലാവരും ഭയങ്കര പ്രശ്നമാവുകയൊക്കെ, വൈഫും ഒക്കെ ആയിട്ട് ഇച്ചിരി പ്രശ്നത്തിലാണ് സ്റ്റാൻലി നിൽക്കുന്നത്.
പിന്നീട് അലീനയാണ് അവിടെ മൊത്തം എല്ലാവരെയും ഒന്ന് ഏകോപിപ്പിച്ച് നല്ല രീതിയിൽ കൊണ്ടുവരുന്നതൊക്കെ. അപ്പോൾ അതിൻ്റെയൊക്കെ സ്റ്റോറി പറഞ്ഞ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ. അതുപോലെ തന്നെ അലീനയുടെ അവിടുത്തെ മുത്തച്ഛനുണ്ട്, അതായത് സ്റ്റാൻലിയുടെ അച്ഛൻ, അവരെ ഒക്കെ കയ്യിലെടുക്കുന്നതും അതുപോലെ ആ കുടുംബം മൊത്തത്തിലൊന്ന് നന്നാക്കി എടുക്കുന്നുണ്ട്. കുടുംബത്തിലും ഒരുപാട് പ്രശ്നങ്ങൾ, അവിടുത്തെ കുടുംബത്തിൽ ഒരുപാട് ചേട്ടനനിയന്മാരും ഒക്കെ ആയിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ചെറിയ ചെറിയ മുറുമുറുപ്പും അതുപോലെ കുറച്ച് അലീന മകളാണെന്ന് അറിയുമ്പോഴുള്ള പ്രശ്നങ്ങൾ വേറെ അതും വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സ്റ്റോറി. പിന്നീട് അലീനയ്ക്ക് വേറൊരു ലെവലിലേക്ക് പോകുന്നുണ്ട് അലീനയുടെ ഒരു സ്റ്റോറി കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ പിന്നീട് ഒരു എപ്പിസോഡിൽ പറഞ്ഞ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ശരിക്കും പറഞ്ഞാൽ വൈജയന്തിയുടെ വീട്ടിൽ നടന്നതിനേക്കാളും കൂടുതൽ സംഭവങ്ങളൊക്കെ വേറൊരു രീതിയിലാണെങ്കിൽ പോലും ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ഓരോ ഡേ ബൈ ഡേ ആയിട്ട് ഞാനിങ്ങനെ എപ്പിസോഡ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.